അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇതാ ഞാനിന്നുണ്ടല്ലോ, വീട്ടിലെല്ലാവരും ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്. മോൾ ഇന്നലെ രാത്രിയായിട്ട് വന്നത്. മോളൂന് ഇന്നലെ പനിയാണ്. അപ്പോൾ ഇന്നലെ രാവിലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നല്ല പനിയുണ്ട്, തലമിന്നലുണ്ട്. ഇപ്പോഴത്തെ പനി അറിയാമല്ലോ, ഭയങ്കരമായിട്ട് പിന്നെ എന്താ നമ്മൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒരു തരം പനിയാണ് ഇപ്പോൾ അല്ലേ. ഭയങ്കര കഫക്കെട്ടും ശ്വാസം മുട്ടുന്ന പോലെയും ഒക്കെ ഉള്ള ഒരു തരം ഒരു ജാതി പനി. അപ്പോൾ ഓക്ക് ഇന്നലെ രാവിലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങോട്ട് പോര്, പിന്നെ വയ്യാണ്ട് ഐറൂനെ നോക്കണ്ടേ. 3-4 ആൾക്കാർ ഒരുമിച്ച് കിട്ടുണ്ടായിരുന്നു. ഓനെ നോക്കാൻ പറ്റൂല കേട്ടോ. അങ്ങനെ ഏതായാലും ഇന്നലെ രാത്രിയാണ് അവൾ എത്തിയത്. മോളുടെ ഹസ്ബൻഡിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ടൈം ആയപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഏതായാലും ഒരു വിധം അവൾ പിടിച്ച് നിന്നവരെ നോക്കി ഇവിടെ എത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്ന് കിടന്നുറങ്ങി. അതിൻ്റെയൊക്കെ ചെറുതായിട്ട് ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് വന്നപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ വീട്ടിൽ, ഇനിയൊന്ന് പോവുകയാണ് കേട്ടോ. എന്നാലും എല്ലാവരും ഉള്ളൊരു ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ സ്റ്റാർട്ടാക്കിയതിന് കുറേ ആയി. ലോങ് വീഡിയോ ഇട്ടിട്ടും നമുക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്, എന്താണ് പിന്നെ വെയിറ്റ് ലോസിൻ്റെ ഒരു അപ്ഡേറ്റും ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം പിന്നെ ഓരോരോ തിരക്കുകളുകൊണ്ടാണ് നീനു വെള്ളമൊക്കെ കയ്യമ്മൽ എന്താ പറയുക ഇഞ്ചക്ഷൻ വെക്കലും കാര്യങ്ങളും ഓട്ടപ്പാച്ചിലും തന്നെയാണ് ഈ ഒരാഴ്ച ഫുള്ളായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഒരു ഡയറ്റ് ആയാലും ഒരു കാര്യമായാലും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനോ ഒന്നിനും അങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് വീഡിയോ എടുക്കാനും അങ്ങനെ പറ്റും. അപ്പോൾ ഷോർട്സിൽ അങ്ങനെ ഒതുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റൊക്കെ നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടും പിന്നെ വെയിറ്റ് ലോസിൻ്റെ ജേണി തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചൊക്കെ തുടങ്ങിയതാണ് രാവിലെ. പക്ഷേ എണീറ്റ് പാടെ വന്ന് വെള്ളം അങ്ങോട്ട് കുടിച്ചു. ആ വെള്ളം കുടിച്ചത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, വെയിറ്റ് നോക്കാൻ പിന്നെ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വെയിറ്റ് കാണിക്കാൻ നിൽക്കാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ തക്കാളിക്കറിയും ചപ്പാത്തിയാണ് കേട്ടോ. ഇന്നലെ രാത്രി കുറേ ലേറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പെട്ടെന്ന് എന്താ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഫ്രിഡ്ജിൽ ചപ്പാത്തിൻ്റെ വേക്കുണ്ട്, എന്നാൽ പിന്നെ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇതാ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ചിക്കൻ എന്തെങ്കിലും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാമെന്നായിരുന്നു പ്ലാന്. നീനുട്ടി പോകുമല്ലോ, ഒക്കെ ചിക്കനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ചിക്കൻ കറിയും എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോളും വന്നപ്പോൾ ഞാൻ കരുതി ബീഫ് ആക്കാമെന്ന്. മോൾ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഉള്ള ടൈമിൽ വെച്ച് ബീഫ് കൊണ്ടുവരണ്ടി എന്നിങ്ങനെ വിളിക്കുമ്പോഴൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എന്നാ കരുതി ഇന്നിപ്പോൾ ബീഫ് ആക്കുമ്പോൾ ഇന്നലെ എത്തിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ബീഫ് മതി. അങ്ങനെ രാവിലെ മൂപ്പര് ആ ബീഫൊക്കെ എത്തിച്ചെന്നിട്ടുണ്ട്. അപ്പം തൽക്കാലം ബീഫ് വേവാൻ നമുക്കൊരു കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ രാവിലെ അങ്ങോട്ട് ചപ്പാത്തിയും തക്കാളി കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ കടല ചെറുപയറൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തക്കാളി കൊണ്ടൊരു കറി ഉണ്ടാക്കിയത്. അങ്ങനെ അതവിടെ വേവിക്കാൻ വെച്ചിട്ട് ചെറിയ തീയിലാക്കിയിട്ട് ഇങ്ങനെ ബീഫൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. എന്നാൽ അത് വെള്ളം ഊറി സെറ്റായിക്കോളുമല്ലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് അതങ്ങോട്ട് കഴുകി ഊറ്റി വെച്ച് എന്നിട്ട് ബാക്കി പണികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ബീഫായിരുന്നു, നല്ല ഇളയ ഇറച്ചിയായിരുന്നു. പിന്നെ അതിൽ കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് ലിവറും ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ കൂടെ നല്ലൊരു ബീഫായിരുന്നു കേട്ടോ. നമ്മൾ എന്താ പറയുക, അങ്ങനെ ഇളയിറച്ചി ആകുമ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ബീഫായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. നീനുട്ടിനെ വിളിക്കണം, മോക്കിപ്പോൾ ഒന്ന് പോണതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ദിവസം നിന്നിട്ട് തന്നെ ഭയങ്കര ഇന്നലെ രാത്രിയെ തുടങ്ങിയിട്ടുണ്ട് ഒക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കേട്ടോ. ഏതായാലും ഞാനിതാ ബീഫ് നല്ല അടിപൊളിയായിട്ട് കഴുകി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തക്കാളി ഇങ്ങനെ നന്നായിട്ട് വെന്തുടഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ അങ്ങനെ ആഡ് ചെയ്തു. ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അങ്ങനെ സെറ്റാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് വലിയ താല്പര്യമൊന്നും ഇല്ല ഇവിടെ ആർക്കും തക്കാളി കറിയൊന്നും. പിന്നെ എനിക്ക് എന്തെങ്കിലും ഉരുളക്കിഴങ്ങും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ തക്കാളി കറിയാണ് ഒതുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വറുത്തു. പിന്നെ ഇതുമൂന്ന് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നീനുട്ടിക്ക് ചപ്പാത്തി ഇഷ്ടമല്ല. അപ്പോൾ ഓക്ക് പിന്നെ ഇന്നിപ്പോൾ ചപ്പാത്തി പകരം മന്തി ഉണ്ട് കുറച്ച്. പിന്നെ ഇന്നലെ രാത്രി വന്നപ്പോൾ മോളൂനും എല്ലാം വിശപ്പെട്ടു. നമ്മളാണെങ്കിൽ ഇവിടെ കുക്കിംഗ് ടൈമും പിന്നെ ഫുഡിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ സമയം 11-11:30 ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വിശന്നപ്പോൾ ഞാൻ മന്തി ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്ത് കഴിക്കാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസും ചിക്കനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാക്കാൻ നീനുട്ടിക്ക് നേരിച്ചു. പിന്നെ അതല്ലെങ്കിൽ ഞാൻ ഗീ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും ഇതും എല്ലാം ബാലൻസായി പോകുമല്ലോ. അപ്പോൾ നീനുട്ടിയോട് ചോദിച്ചപ്പോൾ അത് മതി എന്നും പറഞ്ഞു. അങ്ങനെ അത് കൊടുക്കാൻ ഇതും മൂന്നും ഇതാ കഴിക്കാൻ. ഇപ്പോൾ രാവിലെ തന്നെ മന്തി കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ രണ്ടാക്കും ഇതും മൂന്നും എൻ്റെ ഹസ്ബൻഡിനുമാണ് ചപ്പാത്തി സെറ്റാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ അവിടെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ ഹാഫ് കുക്കർ ചപ്പാത്തി ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ഒരു സാധനങ്ങൾ
കുറച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കണം നല്ലതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ, അതുപോലെ കുറച്ച് ദോശമാവ്, ചപ്പാത്തി, പിന്നെ പൂരീൻ്റെ ഒക്കെ ഇൻസ്റ്റൻറ്റ് പാക്ക് ഉണ്ടാവില്ല അത്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാകുന്നത് നമുക്കൊരു പ്രത്യേക ഒരു സമാധാനമാണ് അല്ലേ. അതായത് ഞാൻ വേഗം അതൊക്കെ ഇളക്കി രണ്ടാളും കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതുമും എൻ്റെ ഹസ്ബൻഡ് കഴിക്കുന്നുണ്ട്. മൂപ്പർക്കൊന്നും സ്കൂളില്ല, പക്ഷേ ഇതുമൂന്ന് സ്കൂളുണ്ട്. ഓള് സ്കൂൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മൂപ്പർക്ക് ഇന്നും നാളെ സ്കൂളില്ല, മുഹറം 9ഉം 10ഉം ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മൂപ്പര് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നോമ്പ് വിൽക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങളും പനിയും ഒക്കെ എല്ലാവർക്കും ഉണ്ട്, കുറേശ്ശെ ബുദ്ധിമുട്ടൊക്കെ മൂപ്പർക്കും ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു പനി വരുന്ന പോലെയും തലവേദനയും അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗുളികയൊക്കെ കുടിച്ചിങ്ങനെ നടക്കണം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നോമ്പ് വിൽക്കാൻ പറ്റിയിട്ടില്ല. നാളെ 10എങ്കിലും നോൽക്കണം എന്നൊക്കെയുള്ള വിചാരത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് നോമ്പ് വിൽക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഞാൻ മന്തി ഇതുമൂന്ന് കൊണ്ടുപോകാനുള്ളത് കുറച്ചും കൂടി ചൂടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് സ്കൂളിൽ നിന്ന് ഞാൻ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കട്ടെ വെച്ചെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ എപ്പോഴെങ്കിലല്ലേ എന്നാൽ ഇന്നിപ്പോൾ സ്കൂളിൽ നിന്ന് കഴിച്ചോട്ടെ എന്ന് എഴുതിയിട്ട് മന്തി ചൂടാക്കാൻ വെച്ചു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു അൽഫാം ഉണ്ടായിരുന്നേ. അപ്പോൾ 2-3 അൽഫാം കൂടി പീസ് അതിലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഒന്നും നോക്കുള്ളത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചെറിയ തീയിൽ അങ്ങനെ ചൂടാകുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റില്ലേ. അങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗത ബീഫൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഒരു പിന്നെ ചോറ് ചൂടാക്കാൻ വെച്ചത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അവൾക്ക് എന്തൊക്കെയാണ് പറയുന്നതിടയിൽ പനിക്കാൻ വരുന്നത് പോലെ ഇപ്പോഴും ഉണ്ടെങ്കിൽ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് പനീൻ്റെ ഗുളിക കുടിച്ചിങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഒരു വട്ടം പനി മാറിയതായിരുന്നു, നമുക്കൊന്ന് സുഖമായി റെഡിയായി വന്നതാണ്. അപ്പം മോളും വന്ന് എനിക്കടയിൽ പെട്ടെന്ന് പനി കിട്ടും കേട്ടോ. അങ്ങനെ ഒരു ടൈപ്പ് ഒരു പ്രത്യേകത എനിക്കുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ പക്ഷേ പനിച്ച് അങ്ങോട്ട് കിടക്കില്ല, എന്നാലും ഇങ്ങനെ തലവേദന ആയിക്കൊണ്ടും അങ്ങനെ ചെറിയൊരു അസ്വസ്ഥത ആയിക്കൊണ്ടൊക്കെ ഇങ്ങനെ ഗുളികയും കുടിച്ചൊക്കെ ഇങ്ങനെ നടക്കും. അങ്ങോട്ട് കിടക്കാൻ കൂട്ടക്കൂല കേട്ടോ. അത് അങ്ങനെ ഒരു കാര്യം എനിക്കുണ്ട്. അങ്ങനെ ഞാൻ രാവിലെ ഒരു ഗുളിക കുടിച്ചിട്ട് തന്നെയാണ് നമ്മളും കലാപരിപാടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഉള്ളിയൊക്കെ തൊലിച്ചു അതിലേക്ക് തന്നെ കുക്കർക്ക് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. ഞാൻ ബീഫ് വെക്കുമ്പോൾ ഒന്നും ചതക്കാറില്ല, ഒക്കെ കട്ട് ചെയ്താണ് ഇടാറുള്ളത്. ചിക്കൻ ആകുമ്പോൾ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ചതക്കിയിട്ടാണ് ഇടാറുള്ളത്. പക്ഷേ ബീഫ് ആകുമ്പോൾ ഞാനിതാ ഉണ്ടോ എല്ലാം വലിയ കഷ്ണങ്ങളാക്കി ഇടും. പിന്നെ വെളുത്തുള്ളി അതുപോലെ തൊലിച്ചിട്ട് അങ്ങനെ ഇടും. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടും. പിന്നെ പച്ചമുളക് കീറിയിടും. അങ്ങനെ ചെറിയ ഉള്ളി അതേപോലെ തന്നെ ഒറ്റ കട്ട് ചെയ്ത് അങ്ങനെ ഇടും. ഒക്കെ കൂടെ അങ്ങനെ വാട്ടിയിട്ട് അങ്ങോട്ട് ആ ഒരു ബീഫ് വേവുന്നതിൻ്റെ ഒപ്പം അങ്ങോട്ട് വേവാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അത് ബീഫിൻ്റെ ഒപ്പം അങ്ങോട്ട് ചതക്കിയത് ഇടുമ്പോൾ എന്താ വെച്ചാൽ ഒക്കെ കൂടെ മിക്സ് ആയ ഒരു കൂടുതൽ മസാലയൊക്കെ ഉള്ളതുപോലെ അങ്ങനെ ഒരു കൂടുതലാവണ പോലെ തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതും റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നമുക്ക് ഇത് മുന്നങ്ങോട്ട് പറഞ്ഞേക്കാം. അപ്പോൾ ഓക്കെയുള്ള ചോറ് ഇതാ പാക്കാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഇങ്ങനെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. മന്തിൻ്റെ റൈസ് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ചിക്കൻ അതിൽ ചൂടാക്കാൻ വെച്ചിക്കാണ്ട് മന്തി റൈസ് ചൂടാക്കി പ്രത്യേക ടേസ്റ്റ് കിട്ടുമോ. കാരണം ആ ചിക്കനത്തെ ആ സംഭവം കൂടി ഇറങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ ചിക്കൻ ഇങ്ങനെ 2-3 പീസാക്കി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ചട്ടകം കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് അമർത്തി നോക്കിയതാണ്. അവിടെ ആ ചട്ടകം ഇങ്ങോട്ട് പൊട്ടിയെന്നല്ലാതെ ചിക്കൻ കട്ട് ചെയ്തില്ല കേട്ടോ. പിന്നെ ഞാൻ കത്രികയൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടാണ് അതിലേക്ക് 2 പീസാക്കി ഇട്ട് കൊടുത്തത്. അവിടെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ 2 പീസാക്കി ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ ചോറൊക്കെ പാക്കാക്കി സെറ്റാക്കി അതിന് ശേഷം അവളെ മുടി വാർന്നു കൊടുക്കുകയാണ്. ഇതുവരെ പെണ്ണ് മുടി വാരാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ഒക്കെ ഇതാ ഈ ഒരു മുടി നമ്മൾ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഒന്ന് കൊണ്ടുപോയിട്ട് ഓളെ മുടിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പോയി സെറ്റാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. നമ്മൾ മഞ്ചേരി പോകുമ്പോഴോ എന്തെങ്കിലും മഞ്ചേരിയിൽ നിന്ന് ചെയ്യണം എന്നാണ് എൻ്റെ വിചാരം. കാരണം നമുക്കറിയുന്ന ഒരു ഷോപ്പിൽ ബ്യൂട്ടി പാർലർ പോയിട്ട് ചെയ്യണം തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ അവിടേക്ക് അങ്ങനെ എത്തണില്ല. മഞ്ചേരിക്ക് പോകുന്നത് ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും, അർജൻറ്റായിട്ടുള്ള പെട്ടെന്നുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓളെ മുടി വെട്ടാൻ കൊണ്ടുപോകാൻ അതിരെ പറ്റിയിട്ടില്ല. നല്ല വലുതായിട്ടുണ്ട്, നല്ല ഉള്ളും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്താലും ഓക്കൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതായത് അങ്ങനെ ആ മുടിയൊക്കെ നല്ല രീതിയിൽ കെട്ടിക്കൊടുത്തു. യൂണിഫോമും കാര്യം ഒക്കെ സെറ്റാക്കി കൊടുത്ത് ബാഗൊക്കെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞയച്ചതിന് ശേഷമാണ് വീണ്ടും കിച്ചണിക്ക് എത്തിയത്. അതിനുശേഷമാണ് നമ്മൾ കുക്കർ ബീഫൊക്കെ വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായിട്ട് അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ ഇട്ട് കൊടുക്കുക. എനിക്ക് ഇങ്ങനെ ബീഫിൽ കുറച്ച് കൂടുതൽ ഉലുവ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഓൾ പോയപ്പോഴേക്കും എനിക്ക് ചായ കുടിക്കാഞ്ഞിട്ട് ഭയങ്കര ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു എനിക്കുള്ള ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് കൊണ്ട് അങ്ങോട്ട് ഇരുന്ന് കുടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. നീനൂട്ടിയും കൂടി പോകുന്ന ദിവസം ആയതുകൊണ്ട് ഒരുപാട് പണികളുണ്ട്. നമുക്ക് പാക്ക് ചെയ്തിട്ട്
പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി. എന്നാലും നമ്മളൊക്കെ ബാഗിലേക്ക് വെച്ച് റെഡിയാക്കാനുണ്ട്. പിന്നെ കുറേ ദിവസം നിന്ന് പോയതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളതും ഒക്കെ ഒന്ന് എടുത്ത് വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മൾ ഒന്ന് അടങ്ങി നിൽക്കാൻ നേരമില്ല. പക്ഷേ ഞാൻ ഈ ചായയുടെ കുടിച്ചാൽ എനിക്ക് കുറേ ഒരു സമാധാനം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം 10 മണി ആവാനായിട്ടുണ്ട്. അല്ലെങ്കിലേക്ക് കുറേശ്ശെ തലവേദന ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് കുടിക്കാമെന്ന് കരുതി. പക്ഷേ ഇതൊന്നും കുടിക്കാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ കുടിച്ചുകൊണ്ട് ഇങ്ങോട്ട് ബീഫ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വാടി സെറ്റായി വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഉള്ളിയൊക്കെ വാട്ടി സെറ്റായി വന്ന സമയത്ത് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അങ്ങനെ എല്ലാം ബീഫ് മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്ത് അതിൻ്റെ ഒരു പച്ചമണം ഇങ്ങോട്ട് മാറുന്ന വരെ ഇങ്ങോട്ട് വഴറ്റിയിട്ടാണ് ബീഫ് ഇട്ട് കൊടുക്കാറുള്ളത്. ഇത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തത് കുക്കർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4-5 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ ആ ഒരു തീ കുറച്ച് ഇങ്ങനെ കുറഞ്ഞ തീയിൽ ഇങ്ങനെ വെന്ത് ടേസ്റ്റ് നല്ല നമുക്ക് ചട്ടിയിലൊക്കെ അടുപ്പത്തൊക്കെ വെച്ച് ടേസ്റ്റ് അങ്ങോട്ട് കിട്ടും. അത്ര കിട്ടിയിട്ടില്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് ഞാനിത് ചായ കൊണ്ട് ഇങ്ങനെ പോകുന്ന ഇവിടെ ഇരുന്ന് തോണ്ടി കുത്തിരിക്കുകയാണ് കേട്ടോ. എന്നാലും ബീഫ് വന്നിട്ട് വേണം മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട്. ഏതായാലും അപ്പോൾ നീനുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വന്നത് തന്നെ ഭയങ്കര ഒരു കോമ അടിച്ചുകൊണ്ടാണ്. കാരണം ഓക്ക് പോകുന്ന ദിവസം ഓക്ക് ഭയങ്കര സങ്കടം കേട്ടോ. ഓളെ സങ്കടം ഓൾ എക്സ്പ്രസ് ചെയ്യണത് കുറേ ദേഷ്യം പിടിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടും ചൂടായിട്ടൊക്കെ ആയിരിക്കും. ഒരു പ്രത്യേക ഒരു ടൈപ്പാണ് കേട്ടോ അവൾക്ക്. പിന്നെ നമ്മളോട് എന്താ പറയുക, നല്ലൊക്കെ നിൽക്കില്ല. അവൾക്ക് നമ്മളെ കെട്ടിപ്പിടിച്ച് അവൾക്ക് കൂടുതൽ സങ്കടം വരും. അപ്പോൾ പോവുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കൂടുതൽ സങ്കടം വരും. അപ്പോൾ അന്നത്തെ ദിവസം ഇന്നെ കെട്ടിപ്പിടിക്കാനോ ഉമ്മ വെക്കാനോ ഒന്നും വരില്ല. കുറച്ച് വിട്ടിങ്ങ് നിൽക്കും. ഞാൻ അങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ചാൽ തന്നെ അമ്മച്ചി വെക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉന്തി തള്ളിയിടും. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഒരു ടൈപ്പ് സ്നേഹപ്രകടനമാണ് എൻ്റെ നീനുട്ടീൻ്റെത് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ ഇനി പോയിട്ട് വെള്ളം കുടിക്കണം കേട്ടോ, അത് ചെയ്യണം കേട്ടോ, ഫുഡ് കഴിക്കണം കേട്ടോ, ഹെൽത്ത് നോക്കണം കേട്ടോ, ഗുളിക കുടിക്കണം കേട്ടോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇത് ഫുഡ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഒക്കെ മന്തി റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്. ബീഫ് വന്നിട്ടുണ്ടായിരുന്നു. പോരാത്തിൻ്റെ ഒരു മുട്ടയുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ എന്തും കഴിക്കേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങൾ കൊണ്ടാണ് ഇവിടെ ഉപദേശിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനും കൂടി പോകണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഓളൊപ്പം പോകണം എന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒക്കെ അവിടെ എന്തായാലും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പൊടി പിടിച്ച് കിടക്കുകയായിരിക്കും. ഒരാഴ്ച ആയില്ലേ. അപ്പോൾ ഞാൻ കരുതി അവിടെ ചെന്ന് കേട്ട് അതൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി പൊടിയൊക്കെ ഒന്ന് നോക്കുക. അല്ലെങ്കിൽ കുറച്ചൊരു അലർജീൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അത് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഞാനും പോയിട്ട് ബെഡ്ഷീറ്റും തലേണ കവറൊക്കെ മാറ്റി നമുക്ക് അലക്കാനുള്ളത് ഇങ്ങോട്ട് കൊണ്ടുപോരും ചെയ്യാം. പൊതുപ്പും വിരിപ്പൊക്കെ കൊണ്ടുപോയിട്ട് ഓക്ക് സെറ്റാക്കി കൊടുത്ത് പോന്നാൽ എനിക്കൊരു സമാധാനം ആവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മോള് പറഞ്ഞു നിങ്ങൾ എവിടേക്ക് പോവുകയാണെങ്കിലും വണ്ടിയിൽ എൻ്റെ ഐറൂനെ കൊണ്ടുപോയിക്കൊള്ളേ എന്ന് പറഞ്ഞ്. കാരണം ഓക്ക് നല്ല തലവേദന ഇതൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അപ്പോൾ ഞാൻ അതൊക്കെ ഞാൻ ഐറൂനെ കൊണ്ടുപോയിക്കോളാം, എന്നാൽ പിന്നെ ഓക്ക് കൂടെ കുറച്ച് സമാധാനത്തിൽ കിടക്കാമല്ലോ. അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാവിലെയാണ് പിന്നെ ഞങ്ങളെ ഫാൻ ഉണ്ടല്ലോ, ഹാളത്തെ ഫാന് കേടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ നാളെടുത്ത് 2-3 മാസമായിട്ടുള്ളൂ ഫിറ്റ് ചെയ്തിട്ട്. പുതിയത് വാങ്ങിയതാണ്. അത് പെട്ടെന്ന് അങ്ങോട്ട് നിന്നു. അപ്പോൾ നിന്നപ്പോൾ പിന്നെ അത് നന്നാക്കാനുള്ള ആൾ ഇന്ന് അത്രേ വരുന്നത്. ഇന്ന് വന്നിട്ട് പിന്നെ അവൾ പിന്നോല് വിളിച്ചിട്ടിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടേ പിന്നോല് വരുള്ളൂ. ഇന്ന് വന്നിട്ട് നമ്മൾ അവിടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ മോളും ഒറ്റയ്ക്ക് ആകുമ്പോൾ അത് മാനേജ് ചെയ്യാനും കഴിയില്ല. അത് സംഭവം എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അപ്പം മൂപ്പരിവിടെ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യാന്നുള്ള ഒരു ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ഞങ്ങൾ നീന് പറഞ്ഞു എന്നാൽ വേണ്ട, ഞാൻ പൊയ്ക്കോളാം, ഞാൻ ചെന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചോളാം എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ പ്ലാൻ മാറ്റിയതാണ് കേട്ടോ. എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ നീനും ആണെങ്കിലോ ഞാൻ ഒപ്പം പോരുന്ന് വിചാരിച്ച് നിന്നിട്ട് പിന്നെ ഞാൻ പോരാത്തതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ഹാളത്തെ ഫാനാകുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യം ഉണ്ടാവില്ല അവിടെ ഇരിക്കാൻ, സോഫയിലൊക്കെ ഇരിക്കാനും കാര്യങ്ങളും ആരെയും വന്നാലും ഒക്കെ ആവശ്യമുള്ള സ്ഥലത്തെ ഫാനാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നോട്ടെ എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ അങ്ങനെ ഈ ഒരു പിന്നെ ഹാളത്തതായതുകൊണ്ടുള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ വരണം. അതിപ്പോൾ ഇവിടെ ആളില്ല ഞാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തായാലും ഞാൻ ഓളൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കി ഒക്കെ കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്ക് ചെയ്യാണ്. അതിൽ ഓള് വരുന്ന അത് വെച്ചിട്ടുണ്ടമ്മച്ചി ഇത് വെച്ചിട്ടുണ്ടമ്മച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിങ്സ് ഇപ്പോൾ ഓക്ക് നിർബന്ധമാണ് കേട്ടോ. ഇപ്പോൾ കാലമിടുന്ന ആ ഒരു കവറുണ്ടല്ലോ, അതാണ് ഇപ്പോൾ എനിക്ക് സ്കേർട്ട് ആക്കിയിട്ടുണ്ട്. യൂണിഫോം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അത് വെള്ള പാൻറ്റും വെള്ള കോട്ടും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ മെറൂൺ കളർ ഒരു
പിന്നെ സ്കേർട്ടും അതിലേക്ക് കോട്ടും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് സ്കേർട്ടിൻ്റെ അടിയിൽ കുറച്ച് കാലിങ്ങനെ കുറച്ച് കാണുക ഭാഗമുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടാനുള്ള ഒരു സ്റ്റോക്കിങ്സ് ആണ് കേട്ടോ. അത് ഇതോളത്ത് ആദ്യം ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തു. പിന്നെ പുതിയതൊന്ന് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആക്കുകയാണ് ഈ കാണുന്നത്. എവിടെയാണ് ഒരാൾ നിൽക്കുന്നത് അവിടെ ആയിരിക്കും എല്ലാവരും കേട്ടോ. പിന്നെ അവിടുന്ന് എല്ലാവരും ഇതാ ഇവിടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഓള് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ് 11:30. ഞങ്ങളിപ്പോൾ ഈ സമയത്ത് ഈ ഒരു 10 മണിക്കൊക്കെ ഈ ഫാൻ നന്നാക്കുന്ന ആൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിരുന്നു. അത് നന്നാക്കിയിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ച് കുറേ അങ്ങനെ നിന്നു കേട്ടോ. പക്ഷേ അപ്പോഴൊന്നും വന്നില്ല. പിന്നെ ഇറങ്ങാൻ നേരമാണ് പിന്നെ ഓല് വിളിച്ചതിട്ട് ഞങ്ങളിപ്പോൾ വരുമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ എന്തായാലും പോകാൻ പറ്റൂലല്ലോ. ഏതായാലും ഓള് അതിന് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഐറൂസിൻ്റെ കുത്തിത്തിരിപ്പും കുരുത്തക്കേടുകൾ കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒന്ന് അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ എൻ്റെ കഴുത്തിൻ്റെ അവിടെ കിട കയറ്റി വെച്ചതിട്ട് ഒന്ന് നിലത്ത് അടങ്ങി നിൽക്കണേ. അപ്പം അതിൽ പിന്നെ അവിടെ കിടന്നവന് കളി. അതൊക്കെ നീനോട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അവളിപ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ അവളെ ചെറുതായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നതാണ്. ഏതായാലും പിന്നെ കുറച്ച് നേരം ഞങ്ങളത് അവിടെ ഇരുന്ന് അപ്പോൾ സമയമാവണ വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. 11:45 കേട്ടോ ബസ്. അപ്പോൾ 11:35 ഇവിടുന്ന് ഇറങ്ങാം എന്നുള്ള ഇതിൽ ഇങ്ങനെ നിൽക്കണം. നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഈ മഴക്കാലമാണെന്നുണ്ടെങ്കിലും ഇപ്പം നല്ല വെയിലാണല്ലോ അല്ലേ. ഏതായാലും ഞങ്ങൾ പിന്നെ കുറേ നേരം അങ്ങനെ മുറ്റത്ത് നിന്നിട്ടായിരുന്നു സംസാരവും കാര്യങ്ങളൊക്കെ. മോളും വീഡിയോ എടുക്കുന്നുണ്ട്, നീനോട്ടും വീഡിയോ എടുക്കുന്നുണ്ട്. എൻ്റെ ഈ ഐറൂസിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഐറൂസ് ആണെങ്കിൽ എൻ്റെ അമ്മയോനും പോകണം അങ്ങനെ ഓലൊപ്പം. ഞാൻ എടുത്തോട്ടുനിന്ന് കേട്ടോ ഇറങ്ങി ഓടുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ഓന് വണ്ടിമൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ബാക്കിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഓന് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഓന് മനസ്സിലായി ഓൻ പോവാണ്, പിന്നെ വണ്ടിയൊക്കെ എടുത്ത് പോവാണ് എന്നുള്ളത് ഓന് മനസ്സിലായിട്ടുണ്ട്. അതിനാണ് ഓൻ കയറി കുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എത്ര ഇറങ്ങാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. അപ്പോൾ ഞാൻ പിന്നെ അവിടുന്ന് കുറച്ചങ്ങോട്ട് വണ്ടി തിരിച്ചിട്ട് അവിടെ എത്തിയാൽ പിന്നെ നിന്നോളും അണയുന്നോളും എന്നൊക്കെ പറഞ്ഞു. ആ ഒരു വണ്ടി സ്റ്റാർട്ടാക്കട്ടെ എന്ന്. വണ്ടിയാണെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ കയ്യുമ്പോൾ അത് സ്വിച്ച് നോക്കിയിട്ടുള്ള സ്റ്റാർട്ടാക്കലുണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് കേടന്നിട്ടുണ്ട്. ബാറ്ററി എന്തോ ചെറുതായിട്ട് കേടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് പക്ഷേ ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കാൻ വരെ മൂപ്പർക്ക് ഒരു ഒഴിവ് കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ആഴ്ച ഫുള്ള് ഭയങ്കര ബിസി ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ മൂപ്പര് അത് അവിടുന്ന് എണീറ്റിട്ട് വേണം സ്റ്റാർട്ടാക്കാൻ. പക്ഷേ ഓനതിന് മനസ്സിലായി ഇതിപ്പോൾ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ വണ്ടി പോകുന്നു. പിന്നെ ഒറ്റ കയറ്റി ഇരുത്തട്ടോ. പിന്നെ വണ്ടി മെല്ലെ മെല്ലെ അങ്ങ് തിരിക്കുകയാണെങ്കിൽ ഓൻ ബാക്കിൽ നിന്നിട്ട് പേടിയാവണമുണ്ട്. ഞാൻ ഓനെ പിടിച്ചുകൊണ്ടാണ്. പക്ഷെ ഓൻ നല്ല രീതിയിൽ എൻ്റെ ഹസ്ബൻഡിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓൻ പിടിച്ചിനങ്ങനെ നല്ല മുറുക്കി പിടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു പേടിയാണ് ഞാൻ അങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. ഇതൊക്കെ കളികളാണ്. ഏതായാലും പിന്നെ വണ്ടിയൊക്കെ തിരിച്ചിട്ട് നീനൂട്ടിയും കയറാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ആ വണ്ടി പോകുമ്പോൾ അവിടുന്ന് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഓനും കൊണ്ട് പോണത്. ഓൻ നടുവിൽ ഇരിക്കണുണ്ട്. അതൊക്കെ നീനും ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ വീഡിയോ വരുമ്പോൾ കാണാം അതൊക്കെ. ഏതായാലും ഒരു പിന്നെ യാത്രയൊക്കെ പറഞ്ഞതാ. ഞാൻ അവിടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കാം. അങ്ങനെ അവിടെ ഇട്ടത് ആ മുറ്റത്തേറ്റം പോയി കഴിഞ്ഞാൽ ഓൻ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഓൻ ചെറുതായിട്ട് കരച്ചിലാക്കണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ എത്തിയിട്ട് എടുക്കാൻ നോക്കുമ്പോൾ അധികം കരച്ചിൽ കേട്ടോ. പിന്നെ കുറേ നേരം കച്ചറയും കുലുമാലൊക്കെ ആയിട്ടാണ് അവിടെ നിന്ന് കിട്ടിയത്. ആ ഒരു സമയത്താണ് പിന്നെ ഈ ഫാൻ നന്നാക്കുന്ന ആൾക്കാർ വിളിച്ചത് കേട്ടോ, ഫോൺ വിളിച്ചത്. അപ്പോൾ മൂപ്പര് കുറേ 5 മിനിറ്റ് അവിടെ അങ്ങനെ ഫോൺ വിളിക്കാൻ വേണ്ടി നിന്നപ്പോൾ പിന്നെ ഞാൻ അവിടെ അങ്ങനെ ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതിയല്ലോ എന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഫാൻ നന്നാക്കാൻ വരുന്നവർക്ക് ഇങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുകയാണ് മൂപ്പര്. പിന്നെ റോഡിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ഥലം ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്ത് ഫോൺ വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ അപ്പോഴേക്കും നീനും ഇങ്ങനെ പറയുന്നുണ്ട് നേരം വൈകിട്ട് ഇപ്പച്ചേ പോവാന്നിങ്ങനെ പറയുന്നുണ്ട്. അവരിവിടെ എത്താനായിട്ടുണ്ട് 2 ഘട്ട സമയമായിട്ട്. അത് അല്ലെങ്കിലും അങ്ങനെ ആവുമല്ലോ അല്ലേ. നമ്മൾ ഇത്രയും നേരം കാത്തുനിന്ന് അയാൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നീനുട്ടിനെ കൊണ്ട് കാറിൽ പോയാൽ മതിയായിരുന്നു. അത് പിന്നെ അങ്ങനെ ആവുമല്ലോ. എന്തായാലും പിന്നെ ഞാൻ ഐറൂസിനെ അവിടെ നിന്ന് എടുത്തിട്ട് ഓല് 2 ആൾ പോയിട്ടോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇത് അവിടെ ഇങ്ങനെ നിൽക്കണം എന്താ വെച്ചാൽ അവർ വരുന്നുണ്ടല്ലോ, അവന് കാണുകയാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന്. പക്ഷേ നീനുട്ടി ഇങ്ങനെ നോക്കും ദിവസം നേരെ വെക്കുമെന്നും പറഞ്ഞിട്ട് പിന്നെ അലമ്പ് കാട്ടിയപ്പോൾ ഇതാ ഓല പോയിട്ടോ. പിന്നെ ഞാൻ ഐറൂസിനെ ഇങ്ങോട്ടും പോന്നു. പിന്നെ അപ്പം തന്നെ ഇതാ ഫാൻ നന്നാക്കാൻ വേണ്ടി ആൾ വന്ന് കേട്ടോ. പിന്നെ ഇതാ ഇവിടെയാണ് ഈ ഫാനായിരുന്നു കേടന്നിട്ടുണ്ടായിരുന്നത്. കറങ്ങണേ ഉണ്ടായിരുന്നില്ല. 2 ദിവസമായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് കൂടുതൽ ഹാളിലാണല്ലോ ഇരിക്കുക. റൂമൊക്കെ പോയി കിടക്കാറുള്ളത് അങ്ങനെ മടിയാവുമല്ലോ. അത് അത്രയും വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടാവില്ലല്ലോ. ഏതായാലും പിന്നെ നന്നാക്കി തുടങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നു കേട്ടോ. പിന്നെ നീനുവിനെ ബസ് കയറ്റിയിട്ട് വന്ന് അപ്പോൾ പിന്നെ അയാൾക്ക് അതിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ പിന്നെ എന്താ പറയുക ഈ 3 വർഷത്തെ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ചെയ്യൊക്കെയാണ്. ഏതായാലും വലിയ പണിയൊന്നുമില്ല. ഒരു 10
10 മിനിറ്റിൻ്റെ പണി ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എന്തോ ഫിറ്റ് ചെയ്തു, ഫാൻ കറങ്ങി ചെയ്തു. അവർ നല്ല അടിപൊളി ആൾക്കാർ തന്നെ കേട്ടോ. ആറ്റോബർഗിൻ്റെ ഫാനായിരുന്നേ. അപ്പം അത് നല്ല രീതിയിൽ തന്നെ കണക്ഷൻ ആക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് അവർ അപ്പോൾ തന്നെ 10 മിനിറ്റ് കൊണ്ട് പോയി. പക്ഷെ അത് രാവിലെ 10 മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിരുന്നു. പിന്നെ അത് നന്നാക്കിയിട്ട് പോയിട്ട് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് നീനുവിനെയും കൊണ്ട് പോവുന്നു എന്നൊക്കെ വിചാരിച്ചു. എന്തായാലും ഏതെങ്കിലും ഇങ്ങനെയൊക്കെ ആയി. നീനൂട്ടി ഏതാ ബസ് കയറി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളിൽ ഫാൻ വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖം കാറ്റ് വന്നപ്പോൾ ഇതുവരെ നമ്മളൊരു അവിടെ നിന്നിക്കാണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മോളൂന് ഫുഡ് കൊടുത്തു. മോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഓക്ക് ഗുളികയൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. ഞാനൊരു മുട്ട പുഴുങ്ങിയത് കൊടുത്തിട്ട് ഇപ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ 2ാമത്തെ ചായയാണ്. പനി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഡയറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റണില്ല എന്ന് പറയാൻ ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയ്ക്ക് ഇങ്ങനെ ഒരു കിച്ച് ഞാൻ മറ്റേ ചായ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വെയിറ്റ് നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ പിന്നെ എനിക്ക് പറ്റിയില്ല. ഞാൻ രാവിലെ എണീറ്റിട്ട് അത് മറന്നുപോയി. മറന്നുപോയി. പിന്നെ വെയിറ്റ് അന്ന് നമ്മൾ 102.2 കണ്ടതിന് ശേഷം വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മിനിയാന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വെയിറ്റിൽ തന്നെ അങ്ങ് നിൽക്കുകയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ നമ്മൾ സ്ട്രിക്റ്റ് ആക്കേണ്ടി വരും. അപ്പോൾ ഈ ആഴ്ചയും കൂടി നോക്കിയിട്ട് ഞാൻ ഏതായാലും തിങ്കളാഴ്ച വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ശരിക്കുള്ള വെയിറ്റൊക്കെ നോക്കിയിട്ട് വീഡിയോ ഇടുന്നുണ്ട് തിങ്കളാഴ്ച. അപ്പോൾ അതിൽ ഇനിയും വെയിറ്റ് കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡിൻ്റെ കാര്യം ചായയൊക്കെ ഒന്നും കൂടി കുറച്ച് ഫുഡൊക്കെ ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നൊക്കെയാണ് പ്ലാന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വെയിറ്റ് ഒന്നും കാണിക്കാത്തതിന് ആരും പരാതിപ്പെടരുത്. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഓരോ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാവേ.